തങ്ങളുടെ അയൽ മഹല്ലുകളായ മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ഉരുളെടുത്തതറിഞ്ഞ ആ രാത്രിയിൽ ഉറക്കം മറന്നവരാണ് മേപ്പാടിക്കാർ. രാത്രിയിൽ രക്ഷാപ്രവർത്തനത്തിന് പാഞ്ഞെത്തിയ അവർ പിന്നെ സർവവും മറന്നുള്ള സേവന പ്രവർത്തനങ്ങളിലാണ്. അത് വിശ്രമമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും. തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുനൽകുന്ന മയ്യത്തുകൾ മേപ്പാടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിലെത്തിച്ച് കഫം ചെയ്ത് നിസ്കാരവും നിർവഹിച്ചാണ് കബറടക്കുന്നത്. 30-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച കബറടക്കം നിലവിൽ 40 കഴിഞ്ഞു. ഇവിടെ എത്തിച്ച് കഫം ചെയ്ത് സമീപത്തെ മറ്റു പള്ളികളിലേക്ക് കൊണ്ടുപോയത് 30 മയ്യത്തുകളാണ്. നെല്ലിമുണ്ട, കാപ്പുംചാൽ, നെടുങ്കരണ തുടങ്ങിയ പള്ളി ഖബർസ്ഥാനുകളിലാണ് കബറടക്കം നടത്തുന്നത്. ഖബറൊരുക്കാനും മറ്റും ജില്ലയുടെ പല ഇടങ്ങളിൽ നിന്നും ജില്ലക്ക് പുറത്തു നിന്നുള്ളവരുമെല്ലാം സഹായവുമായി എത്തുന്നുണ്ട്. 4 ദിവസം കൊണ്ട് മാത്രം 15,000 പേർക്കാണ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിളമ്പിയത്. മേപ്പാടി ടൗൺ ജുമാ മസ്ജിദിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ഇതൊരു ഒറ്റപ്പെട്ട വളരെ വൈകാരികമായ ദയനീയമായ ഒരു സംഭവം തന്നെയാണ്. ഇവർക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് പ്രസിഡന്റ് പേരൊന്ന്. എൻ്റെ പേര് മമ്മൂട്ടി ഹാജി മുബാറക്ക്. മുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിന് മുന്നത്തെ ഉരുൾപൊട്ടലില്ലേ, അതൊരു അപകടമായിരുന്നു. അതിലും എത്രയോ മടങ്ങ് വളരെ ആഘാതം സൃഷ്ടിച്ചൊരു ഉരുൾപൊട്ടലാണിത്. ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണവും മേപ്പാടി മഹല്ല് ജമാഅത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് പ്രസിഡന്റ് മമ്മൂട്ടി ഹാജി മുബാറക്ക്. ഇത് AK അലി മാസ്റ്റർ സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ കോർഡിനേഷനിലെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വിക്കായക്കാരും ഈ ഗ്രീൻ കാർഡും KMCCയും സന്നദ്ധ സംഘടനകളെല്ലാവരും വന്നിട്ട് പുറത്തുനിന്നല്ല ഒരു കുറ്റിയാടിക്കാരൊക്കെ വന്ന് കബർ വഹിക്കാനും കാര്യങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിപാലനം ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അൽഹംദുലില്ലാഹ് വലിയ റാഹത്തായി. ഇവിടെ എത്ര ഖബറാണ്? ഖബറുകൾ ഇവിടെ ധാരാളം കുഴിച്ചിട്ടുണ്ട്. 50 ഖബർ 50 ഏകദേശം 50ഉം 76ഓളം ഖബറുകൾ നമ്മൾ കുഴിച്ചു വെച്ചു. അതിൽ നമ്മൾ 34 ഇവിടെ മറമാടി. ഈ ദുരന്തത്തിൽപ്പെട്ടത് 34 മറമാടി. പിന്നെ 33 പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് വിട്ടു. സമീപ പ്രദേശങ്ങളായ മഹല്ലുകളായ അരപ്പറ്റ, കാപ്പംകൊല്ലി, താഞ്ഞിരോട്, പെണങ്ങോട്, വെണ്ണിയോട്, ചേരമ്പാടി, നെല്ലിമുണ്ട, റിപ്പൺ, അരപ്പറ്റ, തളിപ്പുഴ സ്ഥലങ്ങളിലേക്ക് 33. ആ പ്രദേശത്തുള്ള ആളുകളെ മറവ് ചെയ്യേണ്ട സ്ഥലം അല്ലെങ്കിൽ മഹല്ല് അല്ലായിരുന്നു, അവിടെ തന്നെയായിരുന്നു. സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ തളിപ്പുഴയ്ക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോയി, ഇവിടുന്ന് കൊണ്ടുപോയി. ഇനിയിപ്പോൾ 2 അവിടെ മറ ചെയ്യാൻ വരുന്നുണ്ട്. കുറച്ച് ഡേഞ്ചറുള്ള മയ്യത്താണ്. ഇനി വരുന്നതൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. അതിന് PP കിറ്റും ഇതൊക്കെ ധരിച്ചിട്ട് ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ട്, മറ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറ പോലെ പോകുന്നുണ്ട്. ഞാനിവിടെ ഖബർ സന്ദർശിച്ച സമയത്ത് ആ ഖബറിൻ്റെ മുകളിൽ പലകയാണ് വരുന്നത്. ഒരുപക്ഷെ മണ്ണിറങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ കല്ലൊഴിവാക്കും? അതെ. വെയിറ്റ് ഒഴിവാക്കുകയാണ്. മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. മണ്ണ് കുറച്ച് സാധാരണയായിട്ട് പലക ഉപയോഗിക്കുന്നത്, കല്ലുകൾ മറ്റുള്ളൊന്നും ഉപയോഗിക്കാറില്ല. പലകയാണ് സാധാരണ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പതിവ് അതാണ് ഉപയോഗിക്കുന്നത്. അടിഭാഗത്ത് പിന്നെ അങ്ങനെ ഇടിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓളോ ബസ് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പലവൊക്കെ മണ്ണിടും. അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ. മഴക്കാലമായതുകൊണ്ടേ പ്രത്യേകം ഖബർ ശ്രദ്ധിക്കുന്നുണ്ട്. കെട്ടാനുള്ളത് കെട്ടിയിട്ട് അതിന് മുകളിൽ പലകയാണ് ഇടുന്നത്. ഉഷാറായിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. മഹല്ലിന്റെ കീഴിലെ പൂത്തക്കൊല്ലി മദ്രസയിൽ പ്രത്യേകം അടുക്കളയുണ്ടാക്കിയാണ് ദുരിതത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത്. മഹല്ല് കമ്മിറ്റിക്ക് കീഴിലെ 100ഓളം പേരടങ്ങുന്ന യുവജന കൂട്ടായ്മയാണ് ഭക്ഷണവും വെള്ളവും നൽകുന്നതിന് നേതൃത്വം നൽകുന്നത്. ഇവരുടെ പ്രവർത്തനം കണ്ട് ഭക്ഷണം പാക്ക് ചെയ്ത് എത്തിച്ചും നിരവധി പേർ ഈ കൂട്ടായ്മക്ക് പിന്തുണ അറിയിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പ്രദേശവാസികളടക്കം ചേർന്നാണ് ചെയ്തത്. എങ്ങനെയാണ് വിക്കായുടെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്? വിക്കായുടെ പ്രവർത്തകരെന്ന് മാത്രമല്ല, മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളും. വിക്കായ നമുക്കറിയാം, ഈ അടുത്ത് പുത്തുമലയിൽ വലിയ ദുരന്തം ഉണ്ടായപ്പോഴും ഓടിയെത്തിയ ഒരുപറ്റം നീലപ്പട്ടാളമാണ്. അതുപോലെ മറ്റെല്ലാ ചാരിറ്റി പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും സ്വന്തം മറന്നുകൊണ്ട്, കാരണം ഇപ്പോൾ വലിയ അപകടം ഉണ്ടായൊരു പ്രദേശം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രം പഠിച്ച ഒരു ജനത ജീവിച്ചൊരു പ്രദേശമാണത്. സാധാരണയിൽ സാധാരണക്കാർ, അതിൽ മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും അവിടെയുണ്ട്. പള്ളിയുടെ മുഴുവൻ സ്ഥലങ്ങളും എല്ലാവർക്കുമായി തുറന്നു നൽകി വയനാടിൻ്റെ കണ്ണീരിൽ മാനവസ്നേഹത്തിൻ്റെ തെളിമയായി മാറുകയാണ് മേപ്പാടി മഹല്ല് കമ്മിറ്റി.